ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. രണ്ടുപേര് എന്താ പറയുക, ഒന്നിച്ചു പോകാത്ത അവസ്ഥയിൽ വരുമ്പോഴത്തേക്കും അവർ ഡിവോഴ്സ് ആവാം, സാധാരണയാണ്. അത് അവിടം വരെ അവർ തമ്മിൽ ഒന്നിച്ചു പോകുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് അവർ തമ്മിൽ രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് തീരുമാനമെടുത്ത് അവർ വേർപിരിയുകയാണ്. അവിടം വരെ അടിവരയിട്ട് പറയുന്നു അന്തസ്. അതിനുശേഷമുള്ള ലൈഫ് എന്ന് പറയുന്നത് വീണ്ടും പോയി അതുപോലൊരു സ്ഥിതിയിലേക്ക് ചെല്ലുകയല്ല വേണ്ടത്. ഒറ്റയ്ക്ക് ജീവിക്കണം. നമുക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഒരു ലൈഫാണുള്ളത് എന്ന് പറയുന്നത്. നമുക്ക് വിവാഹ ജീവിതവും നമുക്ക് ഒരു തവണ നടക്കുന്നൊരു സംഭവം. അത് പവിത്രമായിട്ട് സത്യസന്ധമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് വിവാഹ ബന്ധം ആണെങ്കിൽ അത് ഒറ്റ തവണയേ നടക്കുകയുള്ളൂ. ആ ഒറ്റ തവണയിൽ നമുക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട സ്ഥലമാണ് ഇട്ടിരിക്കണം. മനസ്സിലായോ? കാരണം പിന്നീടുള്ളതെല്ലാം പകരമാണ്. ഇന്ന ആൾക്ക് പകരം ഇന്ന ആള് എന്നൊരു ചാർത്തുണ്ട്. ആദ്യമൊന്നും ഉണ്ടാവില്ല. ആദ്യമൊക്കെ നല്ല സ്മൂത്തായിട്ടായിരിക്കും പോകുന്നത് കാര്യങ്ങൾ. അതിന് ശേഷം ഉണ്ടാകുന്നതെല്ലാം നമ്മൾ ഒരാൾക്ക് പകരമാവുകയാണ് അവിടെ. അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒരു പകരക്കാരനെ നമ്മൾ കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും പകരമായി ചെല്ലുകയാണ്. അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരാളുടെ ജീവിതത്തിലേക്ക് ചെല്ലാനും പാടില്ല, കൊണ്ടുവരാനും പാടില്ല. സത്യമായിട്ടും അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ഇപ്പോൾ ഇതിനെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെയല്ല. സെക്കൻഡ് മാരേജ് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട്, സത്യം അതൊക്കെ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെനിക്ക് ഒന്നും പറയാനില്ല. അത് വളരെ സത്യസന്ധമായിട്ടുള്ള ബന്ധമാണെങ്കിൽ എന്താ പറയുക, സന്തോഷം, അത്രയും ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. മാക്സിമം നമ്മൾ ഡിവോഴ്സ് ആയിട്ടുണ്ടോ, നമുക്കൊരു ബന്ധത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടോ, ആ ബന്ധം ഉപേക്ഷിക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം ഒറ്റയ്ക്ക് ജീവിക്കാനോ കാണിക്കണം. അങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒരാളോട് എൻ്റെ വിഷമങ്ങൾ മുഴുവൻ പറയണം, എനിക്ക് ഒരാളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, അങ്ങനൊരു കണ്ടീഷൻ വരുന്ന സമയമുണ്ടെങ്കിൽ അവിടെ ആ ജീവൻ അവസാനിപ്പിക്കും.